നമസ്കാരം. ഷെക്കേന നോളജ് ബാങ്കിലേക്ക് സ്വാഗതം. PSC ഓൺലൈൻ പരീക്ഷകളും അഭിമുഖങ്ങളും ജൂലൈയിൽ ആരംഭിക്കാൻ കമ്മീഷൻ യോഗം തീരുമാനിച്ചു. ലോക്ക്ഡൌണിനെ തുടർന്ന് മാറ്റിവെച്ച പരീക്ഷകൾ സ്കൂൾ അധികൃതരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഓഗസ്റ്റിൽ നടത്താനും ധാരണയായി. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഡയറ്റുകളിൽ അധ്യാപക നിയമനത്തിനുള്ള വിശേഷാൽ ചട്ടവും കമ്മീഷൻ അംഗീകരിച്ചു. KSS പ്രാഥമിക പരീക്ഷയുടെ ഫലം ഈ മാസം തന്നെ പ്രസിദ്ധീകരിക്കുമെന്നും ഇതിനായി കൂടുതൽ ഉദ്യോഗസ്ഥരെ പരിശോധനയ്ക്ക് നിയോഗിക്കുമെന്നതിനും തീരുമാനമായി. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് വിദേശത്തു നിന്നും മടങ്ങി വരുന്നവരിൽ സ്വന്തം സംരംഭങ്ങൾ തുടങ്ങാൻ താല്പര്യമുള്ളവരെ സഹായിക്കാൻ വ്യവസായ വകുപ്പ് ഇതിനായി ഓൺലൈൻ പോർട്ടൽ രൂപീകരിച്ചു. www.industry.kerala.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സംരംഭങ്ങൾ തുടങ്ങാനായി സൗജന്യ മാർഗനിർദ്ദേശങ്ങളും പരിശീലനങ്ങളും ലഭ്യമാക്കും. ജില്ലാതലത്തിൽ പരിശീലനങ്ങൾ സംഘടിപ്പിക്കാനും പദ്ധതിയുണ്ട്. തൃശൂർ ജില്ലയിലെ ഡ്രൈവർമാർക്ക് താൽക്കാലിക നിയമനം. ചരക്ക് സേവന നികുതി വകുപ്പിലെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലേക്കാണ് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് ഡ്രൈവർമാരുടെ പാനൽ രൂപീകരിക്കുന്നത്. ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഡ്രൈവർമാർ ജൂൺ 16 യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും എഴുതി തയ്യാറാക്കിയ അപേക്ഷയുമായി തൃശൂർ പൂത്തോളിലുള്ള ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ ഇന്റർവ്യൂവിന് എത്തിച്ചേരേണ്ടതാണ്. സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും നിയമനം. ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, പ്രവൃത്തി പരിചയ രേഖകൾ എന്നിവയുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും കൊണ്ടുവരേണ്ടതാണ്. വിവരങ്ങൾക്ക് 04872380 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി ഉപരിപഠന സാധ്യതകളുമായി ഹയർ എഡ്യൂക്കേഷൻ. ബിരുദധാരികൾക്ക് ടുലിപ്പ് ഇന്റേൺഷിപ്പിന് അപേക്ഷിക്കാം. നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്മാർട്ട് സിറ്റികളിലും ഇന്റേൺഷിപ്പിന് അവസരം നൽകുന്നു. ദ അർബൻ ലേണിംഗ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം അഥവാ ടുലിപ്പ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചു. BTech, BArc, B-Plan, BSc തുടങ്ങിയ കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്ക് 18 മാസത്തിനുള്ളിൽ ഇന്റേൺഷിപ്പിന് അപേക്ഷിക്കാം. ആദ്യ വർഷം 25,000 ബിരുദധാരികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരം ലഭിക്കും. കാർഷിക മേഖലയിൽ മികച്ച തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന കോഴ്സുകളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഡോക്ടർ PS ജോൺ. ഇന്ത്യയിൽ മൊത്തം കൃഷി വിദ്യാഭ്യാസത്തിന് വേണ്ടി വിവിധ വിഷയങ്ങളിലുള്ള കോഴ്സുകൾക്ക് 15% റിസർവ് ചെയ്തിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെയൊരു ചാൻസ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കൊണ്ട് കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും കൃഷി സംബന്ധമായ വിഷയങ്ങളിൽ 15% സീറ്റ് ICAR ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്ന് പറയുന്ന മേൽ സ്ഥാപനത്തിന് റിസർവ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവസാന തീയതി ജൂൺ 15 ഇനിയും 4-5 ദിവസമേ ഉള്ളൂ. അപ്പം ജൂൺ 15 എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട സംഗതിയാണ്. കാരണം ഈ മിനിമം സമയത്തിനുള്ളിൽ അപ്ലൈ ചെയ്യാമെങ്കിൽ ഏകദേശം 11 വിഷയങ്ങൾക്ക്, കൃഷി സംബന്ധമായ 11 വിഷയങ്ങൾക്ക് അഡ്മിഷൻ ലഭ്യമാകും. അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ICARൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകുക. ICAR ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ അഡ്മിഷൻസ് 2020 എന്നുള്ള വാക്കിൻ്റെ ആദ്യ അക്ഷരങ്ങളൂടെ അടിച്ചു കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് ആ സൈറ്റിൽ കയറാം. ഓക്കെ, അത് അവിടെ പോയി ആ സൈറ്റിൽ പോയി ആവശ്യമായ ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നടത്തുകയും ചെയ്യാം. പ്രത്യേകം ഓർക്കേണ്ടത് ജൂൺ 15 പല പ്രാവശ്യം കോവിഡ് പ്രമാണിച്ച് മാറ്റി ജൂൺ 15 എന്ന തീയതിയിൽ എത്തിയിരിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയ സമയമേ ഉള്ളൂ. നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇന്ത്യയിലുള്ള 75 അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് നിങ്ങൾക്ക് ഉണ്ട്. വിഷയങ്ങൾ BSc അഗ്രികൾച്ചർ ആകാം, BSc ഫോറസ്ട്രി ആകാം, BSc സെറികൾച്ചർ ആകാം, ആനിമൽ ഹസ്ബൻഡറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാകാം, ബയോടെക്നോളജി ആകാം. ഇങ്ങനെയുള്ള സൈറ്റിൽ പോയാൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണാം. 2 സ്ട്രീമിൽ അവർ അതിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. സ്ട്രീം എയും സ്ട്രീം ബിയും. സ്ട്രീം എയിൽ പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്തിട്ടുള്ളവർ. സ്ട്രീം ബിയിൽ പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ വിഷയങ്ങൾ എടുത്തിട്ടുള്ളവർ. സ്ട്രീം വ്യത്യാസമില്ലാണ്ട്, അതായത് മാത്സോ ബയോളജിയോ എടുത്തിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ചില വിഷയങ്ങളുണ്ട്. ഡയറി ടെക്നോളജി, ഫോറസ്ട്രി. അപ്പോൾ ഏത് സ്ട്രീമാണെങ്കിലും ഇവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. അല്ല, അഗ്രികൾച്ചർ പ്രത്യേകമായിട്ടുള്ള ചില കോഴ്സുകൾക്ക് മെയിൻ സ്ട്രീം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയിരിക്കണം. എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആയിരിക്കണം.
ഇന്റർനെറ്റ് യുഗത്തിലെ നവതൊഴിൽ സാധ്യത ഏറെയുള്ള ഡേറ്റ അനലിറ്റിക്സ്, സൈബർ സെക്യൂരിറ്റി, മെഷീൻ ഇന്റലിജൻസ്, ജിയോസ്പേഷ്യൽ അനലിറ്റിക്സ് എന്നീ മേഖലകളിലെ സ്പെഷ്യലൈസേഷനോട് കൂടിയുള്ള MSc കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാമിന് അപേക്ഷിക്കാം. 60% മാർക്കിൽ കുറയാത്ത മാത്തമാറ്റിക്സ് ഒരു വിഷയമായി സയൻസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ബിരുദമാണ് യോഗ്യത. അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. അവസാന തീയതി ജൂൺ 14. വിശദ വിവരങ്ങൾക്ക് www.iitmk.ac.in/admission സന്ദർശിക്കുക. ഇനി സർവീസ് ആൻഡ് ബെനിഫിറ്റ് എന്ന സെഗ്മെന്റിലേക്ക്. ഉൾനാടൻ മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ജനകീയ മത്സ്യകൃഷി 2ാം ഘട്ട പദ്ധതിക്കായി കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചതായി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ശാസ്ത്രീയ കാർപ്പ് മത്സ്യകൃഷി, ശുദ്ധജല കുളങ്ങളിലെ നാടൻ മത്സ്യകൃഷി, നൈൽ തിലോപ്പിയ കൃഷി, പങ്കേഷ്യസ് മത്സ്യകൃഷി, ഒരു നെല്ലും ഒരു മീനും, ശാസ്ത്രീയ ചെമ്മീൻ കൃഷി, ശാസ്ത്രീയ ഓരുജല മത്സ്യകൃഷി, ശുദ്ധജലത്തിലെ കൂട് കൃഷി, ഓരുജല കൂട് കൃഷി, റീസർക്കുലേറ്ററി അക്വാകൾച്ചറൽ സിസ്റ്റം, എക്സ്റ്റൻസീവ് കാർപ്പ് മത്സ്യകൃഷി, എക്സ്റ്റൻസീവ് ചെമ്മീൻ കൃഷി, എക്സ്റ്റൻസീവ് ഓരുജല മത്സ്യകൃഷി എന്നീ ഘടക പദ്ധതികളിലേക്കാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. തൃശൂർ ജില്ലയിൽ നിന്നുള്ളവർ വിവരങ്ങൾക്ക് 0487242190 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം അഥവാ PMEGP എന്നതൊരു ചെറുകിട സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏവരും അറിഞ്ഞിരിക്കേണ്ട പദ്ധതിയാണ്. PMEGPയുടെ വിശദാംശങ്ങൾ പറഞ്ഞു തരികയാണ് വ്യവസായ വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച ശ്രീ TS ചന്ദ്രൻ. ഇന്ന് കേരളത്തിൽ ഫലപ്രദമായി നടപ്പാക്കി വരുന്ന ഒരു വായ്പാ പദ്ധതിയാണ്, ഒരു എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാമാണ് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം, അല്ലെങ്കിൽ PMEGP എന്ന് പറയുന്നത്. ഈ സ്കീം പ്രകാരം കേരളത്തിൽ ഓരോ വർഷവും ഏറ്റവും കുറഞ്ഞത് 2000 പേർക്ക്, 2000 സംരംഭകർക്ക് നമ്മൾ വായ്പ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. 2000 പുതിയ സംരംഭങ്ങൾ ഓരോ വർഷവും ഈ സ്കീമിൻ്റെ തണലിൽ മാത്രം വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്ര ഫലപ്രദമായി നടപ്പാക്കുന്ന മറ്റൊരു സ്കീം ഈ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഒരിടത്തും. മാത്രമല്ല, ഈ സംരംഭങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഒരു പഠനത്തിൽ അതിൻ്റെ ഏതാണ്ട് 90% സംരംഭങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളത് കൂടിയാണ് ഈ സംരംഭ മേഖലയെ അല്ലെങ്കിൽ ഈ പദ്ധതിയെ കൂടുതൽ ശ്രേഷ്ഠമാക്കുന്നത്. ഈ സംരംഭത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ, ഈ പദ്ധതി പ്രകാരം ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി തുടങ്ങുന്നതിന് 25 ലക്ഷം രൂപ വരെ വായ്പ കിട്ടുന്നു. ഒരു സർവീസ് യൂണിറ്റ് തുടങ്ങുന്നതിന് 10 ലക്ഷം രൂപ വരെ വായ്പ കിട്ടും. ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിന് ഏജില്ല, ഇൻകം ലിമിറ്റില്ല, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷനോ അല്ലെങ്കിൽ അതുപോലുള്ള യാതൊരു പരിഗണനയുമില്ല. എത്ര വരുമാനമുള്ള ആൾക്കും എത്ര വരുമാനം ഇല്ലാത്ത ആൾക്കും എത്ര പ്രായമുള്ള ആൾക്കും 18 വയസ്സ് പൂർത്തിയായ ആൾക്കും ആർക്കും ഈ സ്കീമിലേക്ക് അപേക്ഷിക്കാം. ഈ സ്കീമിൻ്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സ്കീം എന്തുകൊണ്ടാണ് ഇത്രയധികം അട്രാക്റ്റീവ് ആകുന്നത് എന്ന് വെച്ചാൽ, ഈ സ്കീം പ്രകാരം വായ്പ എടുക്കുന്നവർക്ക് വലിയ തോതിലുള്ള സബ്സിഡി സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നു എന്നുള്ളതാണ്. 2 വിഭാഗങ്ങളായിട്ട് മുഴുവൻ സംരംഭകരെയും തിരിച്ചുകൊണ്ടാണ് സബ്സിഡി കൊടുക്കുന്നത്. ഒന്ന് സ്പെഷ്യൽ കാറ്റഗറി, ഒന്ന് സാധാരണ കാറ്റഗറി. സ്പെഷ്യൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എല്ലാ വനിതകളും സ്പെഷ്യൽ കാറ്റഗറിയാണ്. എല്ലാ SC ST സമുദായത്തിൽപ്പെട്ട ആൾക്കാരും സ്പെഷ്യൽ കാറ്റഗറിയാണ്. എല്ലാ OBC സമുദായത്തിൽപ്പെട്ട ആൾക്കാരും സ്പെഷ്യൽ കാറ്റഗറിയാണ്. എല്ലാ മൈനോറിറ്റിക്കാരും സ്പെഷ്യൽ കാറ്റഗറിയാണ്. അതുപോലെ അംഗപരിമിതരായിട്ടുള്ളവർ സ്പെഷ്യൽ കാറ്റഗറിയിലാണ്. അതുപോലെ വിമുക്ത ഭടന്മാരായിട്ടുള്ളവർ സ്പെഷ്യൽ കാറ്റഗറിയിലാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ കാറ്റഗറി അല്ലാത്ത വളരെ ചെറിയൊരു വിഭാഗം ആളുകൾ മാത്രമേ വരുന്നുള്ളൂ. ഈ സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് ഗ്രാമപ്രദേശത്ത് അവർ സംരംഭം തുടങ്ങുമ്പോൾ അവരുടെ പദ്ധതി ചെലവിൻ്റെ 35% വരെ സബ്സിഡി കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ സ്കീമിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്.
ഇത് പട്ടണ പ്രദേശത്താണെങ്കിൽ, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശത്താണെങ്കിൽ പ്രത്യേക കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് 25% സബ്സിഡി ആയിട്ട് കൊടുക്കുക. അതുപോലെ ജനറൽ കാറ്റഗറിക്കാണെങ്കിൽ ഗ്രാമപ്രദേശത്ത് 25%, പട്ടണ പ്രദേശത്ത് 15% സബ്സിഡി ആയിട്ട് കൊടുക്കുക. ഇത്ര വലിയ തോതിലുള്ള സബ്സിഡി വിതരണം ചെയ്യുന്ന അധികം സ്കീമുകൾ, അധികം പദ്ധതികൾ കേരളത്തിലില്ല, ഓൾ ഇന്ത്യ തലത്തിലും നടപ്പാക്കി വരുന്നില്ല. ഇത് വളരെ ഫലപ്രദമായി മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളതും ഈ സ്കീമിൻ്റെ ഒരു അട്രാക്ഷനാണ്. ഈ സ്കീമിലേക്ക് അപേക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയാം. ഇത് ഓൺലൈനായിട്ട് മാത്രമേ നമുക്ക് അപേക്ഷ ഈ സ്കീമിലേക്ക് ഫയൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. www.kvic ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. kvic.in/PMEGP kvic.in/PMEGP എന്ന ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ആർക്കും പുതിയ ഒരു സംരംഭം തുടങ്ങുന്നതിന് ഈ പദ്ധതി പ്രകാരമുള്ള ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യാം. ആധാർ കാർഡിൻ്റെ നമ്പർ വെച്ച് വേണം അപേക്ഷ അപ്ലോഡ് ചെയ്യാനായിട്ട്. അതോടൊപ്പം തന്നെ ഫിക്സഡ് ആയിട്ട് നമുക്ക് വേണ്ടുന്ന അസറ്റുകളുടെ ഒരു കൊട്ടേഷനും നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിൻ്റെ ഒരു പ്രോജക്റ്റ് ഡീറ്റെയിൽസും ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടും ഈ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. ഇതിൻ്റെ ഒരു മാനുവൽ കോപ്പിയും അതത് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിൽ കൊടുക്കണം. ഇത് 3 ഏജൻസികൾ വഴിയാണ് ഈ സ്കീം നടപ്പാക്കുന്നത്. 1 ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻ്ററുകൾ, 2 ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, 3 ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഈ KVIC ആണ് ഈ PMEGP പദ്ധതിയെ ഓൾ ഇന്ത്യ തലത്തിൽ മോണിറ്റർ ചെയ്യുന്നത്. ഒരു അപേക്ഷ ഈ സ്കീം പ്രകാരം ഓൺലൈനിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു ഇൻ്റർവ്യൂവിന് ക്ഷണിക്കും. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇൻ്റർവ്യൂ ഇല്ലാതെയും അപേക്ഷ ബാങ്കിലേക്ക് ശുപാർശ ചെയ്യാവുന്നതാണ് എന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. ഇങ്ങനെ അപേക്ഷ പാസ്സാക്കി ബാങ്കിലേക്ക് അയക്കും. ബാങ്കാണ് പിന്നെ വായ്പ ഡിസ്പേഴ്സ് ചെയ്യുന്നത്. ഈ വായ്പ ഡിസ്പേഴ്സ് ചെയ്യുന്നതിന് മുൻപ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഒരു 10 ദിവസത്തെ പരിശീലന പരിപാടി, ക്ലാസ് റൂം ടീച്ചിങ്, ഔട്ട്സൈഡ് വിസിറ്റ് ഉൾപ്പെടെയുള്ള ഒരു ക്ലാസ് റൂം ടീച്ചിങ് പ്രോഗ്രാമിൽ സംരംഭകൻ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ആ സംരംഭം എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം, എങ്ങനെ വിജയകരമായിട്ട് നടത്താം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഒരു സംരംഭത്തിൽ കീപ്പ് ചെയ്യണം, ഒരു സംരംഭകൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, GST എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പൊതു അവയർനെസ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് അറ്റൻഡ് ചെയ്താലാണ് ഈ രീതിയിലുള്ള സബ്സിഡി ക്ലെയിം ചെയ്യാൻ കഴിയുള്ളൂ. ഈ സബ്സിഡി കിട്ടിക്കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ നിരക്കിലുള്ള സബ്സിഡി കിട്ടിക്കഴിഞ്ഞാൽ ഈ തുക സംരംഭകൻ്റെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഒരു 3 വർഷത്തേക്ക് ഇടും. 3 വർഷം കഴിയുമ്പോൾ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ, പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ സംരംഭകൻ്റെ വായ്പ കണക്കിലേക്ക് വരവ് വെച്ച് അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്ന രീതിയാണ് നിലവിലുള്ളത്. വായ്പയ്ക്കുള്ള പലിശയും അതോടൊപ്പം ഈ FDക്കുള്ള പലിശയും ഒരേ നിരക്കിലായിരിക്കണം എന്നും സെൻട്രൽ ഗവൺമെൻറ് ഈ PMEGPയുടെ ഡയറക്ഷനിൽ പറയുന്നുണ്ട്. PMEGP പ്രകാരം മിക്കവാറും എല്ലാത്തരം ഇൻഡസ്ട്രികൾക്കും, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രികൾക്കും സർവീസ് ഇൻഡസ്ട്രികൾക്കും ലോൺ കിട്ടും. ചില ഐറ്റംസിന് ഇത് നെഗറ്റീവ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒന്ന് ഈ പറയുന്ന ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങൾ, 2 മത്സ്യം പ്രോസസ്സ് ചെയ്യുന്ന യൂണിറ്റുകൾ, 3 മാംസം പ്രോസസ്സ് ചെയ്യുന്ന യൂണിറ്റുകൾ, 4 ഈ പറയുന്ന കൈത്തറി പോലുള്ള സാധന സാമഗ്രികൾ മറ്റു മേഖലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിൽ, 5 ജിംനേഷ്യം പോലുള്ള സ്ഥാപനങ്ങളെ ഇതിൻ്റെ കാറ്റഗറിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 6 ടെസ്റ്റിംഗ് ലാബുകൾ, മെഡിക്കൽ ലാബുകൾ, അതുപോലുള്ള സ്ഥാപനങ്ങളെയും ഇതുപോലെയുള്ള വായ്പാ കണക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് യൂണിറ്റുകൾ നെഗറ്റീവ് ലിസ്റ്റിൽ വരുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി എല്ലാത്തരം സംരംഭങ്ങൾക്കും ഇതിന് വായ്പ കിട്ടും. അതുപോലെ ഡയറക്റ്റ് കൃഷിക്ക് ഇതിൽ വായ്പ കിട്ടില്ല.
അതോടൊപ്പം തന്നെ ഈ മറ്റ് ഫാമുകൾ തുടങ്ങുന്നതിനും ഇതിൽ വായ്പ കിട്ടില്ല. അതുപോലെ ട്രേഡിനും ഇതിൽ വായ്പ കിട്ടില്ല. അതേസമയം എല്ലാത്തരം മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്കും സർവീസ് യൂണിറ്റുകൾക്കും ഈവൻ നമ്മൾ കുറച്ച് ടൂൾസ് വാങ്ങി വാടകയ്ക്ക് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ഈ ടൂൾസ് വാങ്ങുന്നതിന് പോലും നമുക്ക് ഈ സ്കീം പ്രകാരം വായ്പ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലുള്ള നിരവധിയായിട്ടുള്ള സ്കീമുകൾ തുടങ്ങുന്നതിന് വായ്പകൾ ലഭ്യമാണ്. ഒരു ഫോട്ടോഗ്രാഫർക്ക് ഒരു ക്യാമറ വാങ്ങണം, അതിൻ്റെ സൗകര്യങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ ഈ സ്കീം പ്രകാരം വായ്പ കിട്ടും. അതുപോലെ നിരവധി ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പ് തുടങ്ങണം, ഒരു എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് തുടങ്ങണം, ഒരു ഗാർമെൻറ്റ് യൂണിറ്റ് തുടങ്ങണം, ഒരു ബേക്കറി യൂണിറ്റ് തുടങ്ങണം, ഒരു ഫ്ലോർ മില്ല് ചെയ്യണം, ഒരു കോക്കനട്ട് ഓയിൽ ചെയ്യണം, ഒരു പേപ്പർ പ്രോഡക്റ്റ് ചെയ്യണം, ഒരു ക്ലോത്ത് ബാഗ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന പോലുള്ള നിരവധിയായിട്ടുള്ള സംരംഭങ്ങൾക്ക് ഏറ്റവും നല്ല സബ്സിഡിയോട് കൂടി വായ്പ കിട്ടുന്ന ഒരു പദ്ധതിയാണ് PMEGP അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ടെലിവിഷൻ സൗകര്യമില്ലാത്തത് മൂലം ഓൺലൈൻ പഠനം പ്രതിസന്ധിയിലായ വിദ്യാർത്ഥികളെ സഹായിക്കാൻ KSFEയുടെ പ്രത്യേക പദ്ധതി വിദ്യാസഹായി നിലവിൽ വന്നു. ക്ലബ്ബുകൾ, അംഗനവാടികൾ, വായനശാലകൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് TV വിലയുടെ 75% KSFE നൽകും. 25% തുക തദ്ദേശ സ്ഥാപനങ്ങളോ അവർ നിർദ്ദേശിക്കുന്ന സ്പോൺസർമാരോ വഹിക്കണം. വിദ്യാഭ്യാസ സഹായ പദ്ധതി വഴി ടെലിവിഷൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന പ്രാദേശിക കൂട്ടായ്മകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശുപാർശ സഹിതം KSFEക്ക് അപേക്ഷ നൽകണം. കൂടാതെ നിർധന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് ലഭ്യമാക്കാൻ കുടുംബശ്രീയുമായി ചേർന്ന് മൈക്രോ ചിട്ടി വഴി ലാപ്ടോപ്പ് വിതരണം ചെയ്യും. 500 രൂപ തവണ സംഖ്യയും 30 മാസം കാലാവധിയുമുള്ള ചിട്ടികൾ ഇതിനായി ആരംഭിക്കും. കുടുംബശ്രീ അംഗങ്ങൾക്ക് മാത്രമാണ് ചേരാൻ യോഗ്യത. കൊറോണ കാലത്ത് ഒട്ടേറെ പേരാണ് വീട്ടിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചിരിക്കുന്നത്. പലരും നല്ല രീതിയിൽ വിജയം നേടുന്നുമുണ്ട്. സംശയ നിവാരണങ്ങളും നിർദ്ദേശങ്ങളും നൽകി വീട്ടിലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് കേരള കാർഷിക സർവകലാശാല. വിവിധ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുടെയും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളുടെയും കൃഷിയറിവുകൾ പകർന്നു നൽകുകയാണ് സർവകലാശാല ഉദ്യോഗസ്ഥർ. വീട്ടുവളപ്പിലെ സംയോജിത കൃഷിരീതികളെക്കുറിച്ച് അറിയാൻ വിളിക്കേണ്ട ഹെൽപ്പ് ലൈൻ നമ്പർ 9847022929 9446104347. ഇനി ടിപ്സ് ഓഫ് ദ വീക്ക്. ആധാർ കാർഡ് ഇല്ലാത്തവരായി ഇനിയും കുറേ പേരുണ്ട് എന്നത് സത്യമാണ്. എങ്ങനെയാണ് നമുക്ക് ആധാർ കാർഡ് എടുക്കാൻ സാധിക്കുക? ഏത് ഓഫീസിലാണ് സമീപിക്കേണ്ടത്? എന്തെല്ലാം രേഖകളാണ് ആവശ്യമുള്ളത്? തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് കേരള IT മിഷന്റെ തൃശൂർ ജില്ലാ പ്രോജക്ട് മാനേജറായ മെവിൻ വർഗീസ്. ആദ്യമായിട്ട് ഒരാൾ ആധാർ കാർഡ് എടുക്കുമ്പോൾ നമ്മൾ അക്ഷയയിൽ പോവുകയാണ് വേണ്ടത്. അക്ഷയയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ നമ്മൾ കൊണ്ടുപോകേണ്ട രേഖകൾ ഫോട്ടോ പതിച്ച രേഖകളാണ് കൂടുതലായിട്ടും അവിടെ നമ്മുടെ UDID സ്വീകരിക്കുന്നത്. UIDക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഫോട്ടോ പതിച്ച രേഖകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ട്, അതുപോലെ തന്നെ വോട്ടർ ID. ഇപ്പോൾ റേഷൻ കാർഡിൽ ഫോട്ടോ ഉള്ള ആളാണെങ്കിൽ റേഷൻ കാർഡ് ആൾക്ക് മതി. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എടുക്കാനാണെങ്കിൽ അവരുടെ ഫോട്ടോ പതിച്ച ബർത്ത് സർട്ടിഫിക്കറ്റ്, അതൊക്കെയാണ് നമ്മൾ രേഖകളായിട്ട് എടുക്കുക. ഇപ്പോൾ ഒരു രേഖകൾ തന്നെ ഇല്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ സാക്ഷ്യപത്രമുണ്ട്. സാക്ഷ്യപത്രം നമ്മൾ UIDയുടെ സൈറ്റിൽ നിന്ന് തന്നെ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ആ സാക്ഷ്യപത്രം ഫില്ല് ചെയ്ത് അവരുടെ ഫോട്ടോ പതിച്ച് ഈ ഉദ്യോഗസ്ഥൻ്റെ സീലും സൈനും ഒക്കെ ഉണ്ടെങ്കിൽ അതും അക്ഷയയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് സ്വീകരിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട അക്ഷയകളിലും മാത്രമാണ് ഇപ്പോൾ ആധാറിൻ്റെ ഇതുള്ളത്. അതായത് എല്ലാ അക്ഷയക്കാരും ഈ മെഷീൻസ് ഇല്ല. ആധാർ മെഷീനുള്ള അക്ഷയകളിൽ ഇത് ആധാർ എടുക്കാം. പിന്നെ ഉള്ള എന്ന് വെച്ചാൽ ഇപ്പോൾ ചില അക്ഷയകളിൽ കുട്ടികളുടെ ടാബുണ്ട്. ടാബ് വെച്ചിട്ടുള്ള ആധാർ കേന്ദ്രങ്ങളിലാണെങ്കിൽ ടാബിൽ ചൈൽഡ് എൻറോൾമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചില അക്ഷയകൾക്ക് മെഷീനില്ലാത്ത അക്ഷയകളിൽ ഈ കുട്ടികളുടെ ടാബുള്ള ചൈൽഡ് ആധാർ എൻറോൾമെൻറ്റ് ചെയ്യാനുള്ള ടാബുള്ള അക്ഷയകളിൽ കുട്ടികളുടെ ആധാർ എടുക്കാൻ പറ്റും. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ വിരലുകളൊന്നും പതിക്കാൻ പറ്റാത്തതുകൊണ്ട് ഫോട്ടോയും വെച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ അത് ചെയ്യുന്നത്. അതെ, ബയോമെട്രിക്സ് എക്യുപ്മെൻറ്റ്സ് ഉള്ള അക്ഷയ കേന്ദ്രങ്ങളിലാണ് മുതിർന്ന ആളുകൾക്ക് ആധാറിൻ്റെ സേവനങ്ങളുള്ളത്. ചില അക്ഷയ കേന്ദ്രങ്ങളിൽ ഈ ബയോമെട്രിക്സിൻ്റെ ഇതില്ല, ഉപകരണങ്ങളില്ല. പക്ഷേ ടാബുകളുണ്ടാവും. അവിടെ ഈ ആധാർ ഓപ്പറേറ്റർമാരുണ്ടെങ്കിൽ അവരുടെ ചൈൽഡ് എൻറോൾമെൻറ്റ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഈ ബയോമെട്രിക്സിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഉള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോവുകയാണെങ്കിൽ അവിടെ ഈ പറയുന്ന കണ്ണ്, കൈ ഇതെല്ലാം സ്കാൻ ചെയ്തിട്ട് ആധാർ എൻറോൾമെൻറ്റ് ചെയ്യാൻ പറ്റും.
തിരുത്തലുകൾക്ക് നമ്മൾക്ക് 3 തരം തിരുത്തലുകൾ ഇപ്പോൾ നമ്മുടെ ഇതിൽ പറയുകയാണെങ്കിൽ, 1 നമ്മുടെ പേര് തിരുത്തുക, 2 അഡ്രസ്സ് തിരുത്തുക, 3 ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുക. പേര് തിരുത്താനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രേഖകൾ, നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ഏതാണോ ഈ പറയുന്ന വാലിഡ് ഡോക്യുമെൻറ്റ്സ്, ഇപ്പോൾ പാസ്പോർട്ടിൽ കറക്റ്റ് പേരാണ്, പാൻ കാർഡിൽ കറക്റ്റ് പേരാണ്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ് മുതലായതിൽ കറക്റ്റ് പേരുകളാണെങ്കിൽ ആ പേരുകൾ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് അത് നമ്മുടെ ഒരു അഡ്രസ് പ്രൂഫായിട്ട് എടുത്തിട്ട് നമുക്ക് അക്ഷയയിൽ പോയാൽ നമുക്ക് പേര് തിരുത്താൻ പറ്റും. ആധാർ കാർഡും ഇതുപോലെ കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റും കൊണ്ടുപോയിട്ട് നമുക്ക് തിരുത്താൻ പറ്റും. ഇപ്പോൾ അതൊന്നുമില്ല, നമ്മുടെ കയ്യിൽ വേറെ ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ല, പക്ഷെ പേര് തിരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗസറ്റഡ് ഓഫീസറിൻ്റെ കയ്യിൽ നിന്ന് ഒരു സാക്ഷ്യപത്രം, നേരത്തെ പറഞ്ഞ പോലെ ഒരു സാക്ഷ്യപത്രം, കറക്റ്റ് പേര് എന്താണ് എന്നുള്ളത് ആ ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തി തരാണെങ്കിൽ അതിൽ ഫോട്ടോ പതിച്ചാൽ അതൊരു സാക്ഷ്യപത്രമായിട്ട്, അതൊരു ഡോക്യുമെൻ്റായിട്ട് എടുത്തിട്ട് അതും നമ്മുടെ ആധാർ കാർഡും കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റും. പേര് നമുക്ക് 2 തവണ കൂടുതൽ നമുക്ക് തിരുത്താൻ പറ്റില്ല. പിന്നെ നമുക്ക് തിരുത്താൻ പറ്റുന്നത് അഡ്രസ്സാണ്. അഡ്രസ്സിന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള രേഖയുടെ നമ്മുടെ പേരും ആധാറിലെ പേരും സെയിം ആയിരിക്കണം. പക്ഷേ ബാക്കി തിരുത്തേണ്ട അഡ്രസ്സ് ഏതാണോ എന്നുള്ളത് ആ ഒറിജിനൽ ഡോക്യുമെൻ്റ്, ഇതുപോലെ തന്നെ ഫോട്ടോ പതിച്ച ഡോക്യുമെൻറ്റും ആധാർ കാർഡും കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഡോക്യുമെൻറ്റിലെ അഡ്രസ്സ് ആധാർ കാർഡിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. പിന്നെ നമുക്കുള്ളത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുമ്പോൾ ഒരു A ക്ലാസ് ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ തന്നെ അത് സാക്ഷ്യപ്പെടുത്തി തരണം. അതിന് ഇതുപോലെ തന്നെ ഒരു ലെറ്റർ ഹെഡിൽ, ഫോട്ടോ പതിച്ച ലെറ്റർ ഹെഡിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ശരിയായ ഡേറ്റ് ഓഫ് ബർത്ത് ഇന്നതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി തരണം. അല്ലെങ്കിൽ അതിന് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ റേഷൻ, SSLC, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ഇങ്ങനത്തെ ഡോക്യുമെൻറ്റ്സിൽ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതേ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ആധാറിലും നിങ്ങൾക്ക് തിരുത്തി കിട്ടും. പിന്നെ ഇതിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ സാക്ഷ്യപത്രം വേണ്ടത് കയ്യിൽ രേഖകളൊന്നും ഇല്ലെങ്കിൽ മാത്രം A ക്ലാസ് ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെ സാക്ഷ്യപത്രം ഇന്നതാണ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളത്. പിന്നെ അതുപോലെ പരമാവധി 1 തവണ മാത്രമേ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താൻ UID സമ്മതിക്കുന്നുള്ളൂ ആധാറിൽ. അഡ്രസ്സ് നമുക്ക് എത്ര തവണ വേണമെങ്കിലും തിരുത്താം, പേര് 2 തവണ നമുക്ക് തിരുത്താം. ഫോൺ നമ്പർ ലിങ്ക് ചെയ്യാനായിട്ട് നമ്മുടെ ആധാർ കാർഡിൽ പല ആവശ്യങ്ങൾക്കും, ഇപ്പോൾ PFൻ്റെ ആവശ്യങ്ങളെല്ലാം ഇപ്പോൾ ഇലക്ട്രോണിക് ആക്കിയതുകൊണ്ട് ഫോൺ നമ്പർ മാൻഡേറ്ററി ആണ്, എന്തെങ്കിലും PFൻ്റെ എന്തെങ്കിലും സർവീസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ അക്ഷയ കേന്ദ്രങ്ങളിൽ, ഇപ്പോൾ ചൈൽഡ് ടാബുള്ള നേരത്തെ പറഞ്ഞ അക്ഷയ കേന്ദ്രമാണെങ്കിലും ആധാർ മിഷനുള്ള അക്ഷയ കേന്ദ്രത്തിലായാലും പോയിട്ട് അവിടെ നമ്മുടെ വിരൽ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ അക്ഷയ പ്രൊഫൈൽ, അതായത് ആധാറിൻ്റെ പ്രൊഫൈൽ അതിൽ നമ്മുടെ ലോഡായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ ആ മൊബൈൽ നമ്പർ അക്ഷയ കേന്ദ്രത്തിലോ ആധാർ ഓപ്പറേറ്ററിന് പറഞ്ഞു കൊടുക്കുക. ശേഷം നമ്മുടെ മൊബൈലിൽ ഒരു OTP വരും. അതായത് നിങ്ങൾ പറയുന്ന മൊബൈൽ നമ്പർ നിങ്ങളുടെ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ആ OTP വരുന്നത്. അപ്പോൾ ആ OTP ആധാർ ഓപ്പറേറ്ററിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതവിടെ OTP എൻ്റർ ചെയ്ത് വാലിഡേറ്റ് ചെയ്യും. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യും. ഇതിപ്പോൾ ചൈൽഡ് ടാബുള്ള അക്ഷയയിൽ വേണമെങ്കിലും ചെയ്യാം, ആധാർ മിഷനുള്ള അക്ഷയയിലും ആയാലും ഇത് ചെയ്യാൻ പറ്റും. ഷെക്കേന നോളജ് ബാങ്ക് ഒരുപാട് പേർക്ക് പ്രയോജനകരമാകുന്നുണ്ടെന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഉപരിപഠനവും തൊഴിലവസരങ്ങളും സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ സേവ് ചെയ്തുകൊള്ളൂ, 9496165711. ഷെക്കേന നോളജ് ബാങ്കിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.